Hello friends. So ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടോക്കിംഗ് അബൌട്ട് മൂവീസ്. കോൺവെർസേഷണൽ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവീസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്കൊക്കെ മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷൻ ആരെങ്കിലും എടാ മൂവി കണ്ടോ, അല്ലെങ്കിൽ ഏത് മൂവിയാണ് കണ്ട, എങ്ങനെയുണ്ടാ മൂവി, എങ്ങനെയുണ്ടാ സിനിമ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പം ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ ഭംഗിയായിട്ട് നടത്താം, എത്തരം രീതിയിലുള്ള ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാമറും വൊക്കാബുലറിയും ഏതൊക്കെ ടെക്നിക്കൽ ടേംസ് നമുക്ക് ഉപയോഗിക്കാം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രേറ്റ്. എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് എ പ്രോമിസ് ഫ്രോം മൈ സൈഡ്. Great guys. So talking about movies. മൂവീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഓരോരോ എന്താ പറയുക, ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മൂവീസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ആ മൂവി, ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ, എന്താണ് അതിൻ്റെ തീം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ആൻസറിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മൂവീസ്, അതിൻ്റെ ആൻസേഴ്സ് പറയുക, എങ്ങനെയൊക്കെ നമുക്കത് പറയാൻ പറ്റും. അതായത് കഥ പറയാണ്ട് എന്നാൽ അതിൻ്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം എന്നുള്ള രീതിയിൽ. മൂവി റിലേറ്റഡ് വൊക്കാബുലറി, എത്തരം വൊക്കാബുലറി വേർഡ്സ് അല്ലെങ്കിൽ എത്തരം ടെക്നിക്കൽ ടേംസ് നമ്മൾ പറയാറില്ലേ, അത് ഏതൊക്കെയാണ് മൂവി അല്ലെങ്കിൽ സിനിമ, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എത്തരം വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മാക്സിമം നമ്മുടെ കോൺവെർസേഷൻ. ഇതൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഗ്രേറ്റ്. സോ ഡു യു ലൈക്ക് വാച്ചിങ് മൂവീസ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ സിനിമ കാണാൻ, അല്ലെങ്കിൽ മൂവീസ് കാണാൻ ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് വാച്ചിങ് മൂവീസ്, അല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് മൂവീസ്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണും. ഇതാണ് ഒരു ജനറൽ, ഇത്തരം ആൾക്കാരാണ് കൂടുതലുള്ളത്. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കാണും, ഇല്ലാത്തപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ. Great. What kind of movies do you like to watch? എത്തരം തരത്തിലുള്ള, ഏതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ആക്ഷൻ ഉണ്ട്, ഡ്രാമ, റൊമാൻസ്, അപ്പം ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പം എത്തരം ടൈപ്പ് അല്ലെങ്കിൽ എത്തരം സിനിമകളാണ് നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടെ ഇഷ്ടം? ഐ ലൈക്ക് ടു വാച്ച് ഹൊറർ മൂവീസ്, ഐ ലൈക്ക് ടു വാച്ച് റൊമാൻറ്റിക് മൂവീസ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു വാച്ച് ത്രില്ലർ മൂവീസ്. എനിക്ക് സസ്പെൻസും ത്രില്ലറും ആ ഒരു അങ്ങനത്തെ ഉള്ളതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എനിക്ക് വളരെ എന്താ പറയുക, കാമായിട്ടുള്ളൊരു കോമഡി അല്ലെങ്കിൽ ഒരു ഡ്രാമ ഒക്കെ ഉള്ള ടൈപ്പിലുള്ള മൂവിയാണ് എനിക്കിഷ്ടം. ചിലർ പറയും എനിക്ക് എന്ത് വന്നാലും എനിക്ക് ആക്ഷൻ വേണം, ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള മൂവി എനിക്ക് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറയില്ല. അപ്പം ഐ ലൈക്ക് ടു വാച്ച് ത്രില്ലർ മൂവീസ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു വാച്ച് ആക്ഷൻ മൂവീസ്. ഇപ്പം ഇറങ്ങിയ വിക്രം എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ തന്നെ എൻ്റെ റിവ്യൂ കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഫുൾ ആക്ഷൻ പാക്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, സസ്പെൻസ് ഉണ്ട് അതിനകത്ത്, കോംപ്ലിസിറ്റി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഇമോഷണലാണ്, കൂടുതലും ആക്ഷനാണ്. ഞാൻ കണ്ടിട്ടില്ല സിനിമ. അപ്പം അതൊക്കെ കേട്ടപ്പോഴാണ് നമുക്കൊരു മൂവീനെ എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, എന്തൊക്കെ എത്തരം രീതിയിലുള്ള മൂവീസ് ഉണ്ട്, നമുക്ക് ഏതൊക്കെ ജോണേഴ്സിൽ അത് ഉണ്ട് എന്നൊക്കെ ഉള്ള നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിക്ക് ഇത്തരം മൂവീസ് ഒക്കെയാണ് ഇഷ്ടം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് മൂവീസ് നമുക്ക് പറയാൻ പറ്റും. ഐ മീൻ ഫേവറേറ്റ് ജോണേഴ്സ്, ഫേവറേറ്റ് മൂവീസ് അല്ല, മൂവി നെയിം അല്ല. വാട്ട്സ് യുവർ ഫേവറേറ്റ് മൂവി? ഓക്കെ, അത് പറഞ്ഞ സ്ഥിതിക്ക് ആ ടോപ്പിക് തന്നെ വന്നു. മൈ ഫേവറേറ്റ് മൂവി ഇസ് ഇന്റർസ്റ്റെല്ലാർ, അല്ലെങ്കിൽ എനിക്ക് മാർവൽ മൂവീസ് ഒരുപാട് ഇഷ്ടം. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് എന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരുപാടുണ്ട്, അതിനകത്ത് ഒരെണ്ണം, ആ ഫേവറേറ്റ്സിൽ ഒരെണ്ണം അതാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഇസ് ഓക്കെ കൺമണി. സോ ഇതുപോലെ തന്നെ a few of my favorite movies are ഇൻസെപ്ഷൻ, അല്ലെങ്കിൽ റെവല്യൂഷണറി റോഡ്, ഇനി അതും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ആൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. അപ്പം അങ്ങനെയാണ് ആ ഒരു ഇത് പറയേണ്ടത്. 1-2 നമ്മൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇത് ആൻഡ് ഇത് എന്നുള്ള രീതി നമുക്ക് പറയാം. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്, ഒരാൾക്ക് ഒരു ഫേവറേറ്റ് മൂവി മാത്രമല്ല, എന്തായാലും ഒന്നിൽ കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെയാണ്, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ജോണറിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമാണ്, ഇത് എൻ്റെ വൺ അമംഗ് എൻ്റെ ഒരു ഫേവറേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത്തരം രീതിയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഈസ്, അത് ഓർക്കുക, മൂവീസാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഇസ് ദ മാട്രിക്സ്. Few of my favorite movies are Sholay, DDLJ and Avatar. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മൂവീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. ഇവിടെ ഇപ്പം ഷോലെ, DDLJ, അവതാർ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമുക്കിപ്പം ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇഷ്ടമായിരിക്കുമല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പറഞ്ഞു, അടുത്ത് പിന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു, ഇപ്പം നമ്മളൊരു കോൺവെർസേഷൻ ആണെങ്കിൽ അടുത്ത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഫേവറേറ്റ്, അതായത് വാട്ട് ഡിഡ് യു ലൈക്ക് അബൌട്ട് ഇറ്റ്, എന്താണ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഫേവറേറ്റ്. ദ ആക്ഷൻ സീക്വൻസസ് വെർ മൈൻഡ് ബ്ലോയിങ്,
മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു ആക്ഷൻ സീക്വൻസസ്, അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ വാസ് ഗ്രിപ്പിംഗ്. ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പുള്ള ഒരു സ്റ്റോറി ലൈനാണ്. അടുത്ത് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പുള്ള സ്റ്റോറി ലൈൻ. ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് ഇമേഴ്സ്മറൈസിങ്. കണ്ടോ, കൂടുതലും ING ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അത് ഓർക്കുക. മൈൻഡ് ബ്ലോയിങ്, ഗ്രിപ്പിംഗ്, ഇമേഴ്സ്മറൈസിങ്. ദ സ്ക്രീൻ പ്ലേ വാസ് അമേസിങ്. ചില ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രഫി അതും ഇതൊക്കെ നോക്കി പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പം സ്റ്റോറി ലൈനും ആക്ടിങ് ഒന്നും നല്ല, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അമൽനീരദിന്റെ ഒക്കെ സിനിമയുടെ ഗുണം അതൊക്കെയാണ്. ഭീഷ്മ പർവ്വം, അതുപോലെ തന്നെ വരത്തൻ, ബിഗ് ബി, ഇതൊക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം മൂവീസിനെ കുറിച്ച് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എത്രയും രീതിയിൽ അതിനെ വർണ്ണിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കാണിച്ചത്. എന്താണ് നിങ്ങൾക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സിനിമ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്, ഇതൊക്കെ അതിൻ്റെ കുറച്ച് റീസൺസ് ആണ്. What did you like about it? വേറെ പറയുകയാണെങ്കിൽ I liked, I loved, I enjoyed, especially ഈ ഒരു പെർട്ടിക്കുലർ സംഭവമാണ് എനിക്ക് ആ സിനിമയിൽ ഇഷ്ടമായത് എന്ന് പറയില്ലേ, അത് എടുത്തേക്കുന്ന രീതി അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പറയാം. I love the special effects. ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ അത്തരം ഭയങ്കര ടെക്നിക്കലായിട്ട് പോയി നോക്കുന്ന ആൾക്കാർ സൗണ്ട് എഫക്ട്സിൻ്റെ ഒരു രക്ഷയുണ്ടായിരുന്നു. അപ്പം അതിനായിട്ടൊരു പെർട്ടിക്കുലർ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പം IMAX തന്നെ ആ സിനിമ പോയി കാണണം എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ്. അതുപോലെ തന്നെ മൈ സിസ്റ്റർ ലൈക്ക് ദ ഹീറോയിൻസ് കോസ്റ്റ്യൂംസ്. ഇപ്പം ചില ആൾക്കാർ അങ്ങനെ നോക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതായത് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് പൊളി സാധനങ്ങളായിരുന്നു. എല്ലാം നല്ല ക്യാരക്ടറായിട്ട് പോകുന്ന രീതിയിലാണ് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. സോ കണ്ട എങ്ങനെയൊക്കെയാണ് ആ കോൺവെർസേഷൻ പോകുന്നത് എന്നുള്ളത്. വി എൻജോയ് ദ കോമിക് സീൻസ്. കോമിക് സീൻസ് വളരെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ടൈമിങ് അടിപൊളിയായിരുന്നു. ഓരോ എന്താ തമാശയുടെയും കാര്യങ്ങളുടെയൊക്കെ അത് ഭയങ്കര ഒഴുക്കിലങ്ങ് പോകണ്ടെന്നൊക്കെ പറയുന്നത്. ഇത്തരം രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. ഇനി വാട്ട്സ് ഇറ്റ് അബൌട്ട്, എന്താണ് ഈ മൂവി, എന്താ ഇതെല്ലാം കഴിഞ്ഞ് മൂവി എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂവി ഈസ് അബൌട്ട് ടൈം ട്രാവൽ. കണ്ടോ, ഇറ്റ്സ് അബൌട്ട് ടൈം ട്രാവൽ. ടൈമിനെ കുറിച്ചാണ്. എങ്ങനെ ടൈമിന്റെ എന്താ പറയുക പുറകോട്ട് പോയാലും മുമ്പിലേക്ക് പോയാലും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കണക്റ്റഡ് ആയി കിടക്കുന്ന അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. സോ അതാണ്. ഇറ്റ്സ് അബൌട്ട് ഹ്യൂമൻസ് ഇൻ ദ ഫ്യൂച്ചർ കോളനൈസിങ് ആൻ ഏലിയൻ പ്ലാനറ്റ് വിത്ത് റെയർ റിസോഴ്സസ്. കണ്ടോ, അപ്പം ഇത്തരം രീതിയിലുള്ള ചില ഏത് ത്രെഡിലാണ് ആ സ്റ്റോറി ലൈൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്താണ് ആ സിനിമ നമ്മൾ ചോദിക്കില്ലേ, ഒന്നുമില്ല, അതൊരു അച്ഛൻ്റെയും മകൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ്. അവരുടെ ഇമോഷൻസ്, അവരുടെ ഇടയിൽ നടക്കുന്ന എന്താ പറയുക കാര്യങ്ങളും ആ ഒരു ബോണ്ടും എങ്ങനെയൊക്കെയാണ്. ഇപ്പം ഹോം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പക്ഷെ എന്നാൽ അത് ഭംഗിയായിട്ട് എടുക്കണം, അതൊരു കഴിവാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാം. അതിനകത്ത് റൊമാൻസ് ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം സ്റ്റോറി ലൈൻ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇറ്റ്സ് അബൌട്ട് എ കോപ്പ് ഹു ഹൺസ് ഡൗൺ എ വയലന്റ് ബാങ്ക് റോബർ. സോ അത്തരം രീതിയിലുള്ള മൂവി നമുക്ക് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. Great. Do you have a favorite actor or actress? ആക്ട്രസ് എന്തെങ്കിലും മെയിൽ ആക്ടർ അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടർ, ഇത്തരം ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പം നമുക്ക് ഉണ്ടാവില്ല ചില മൂവീസ് നമുക്ക് എനിക്ക് ഇന്ന ആൾ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ അവരുടെ തന്നെ മൂവീസ് നമ്മൾ പോയി കാണാൻ ശ്രമിക്കും. നോട്ട് റിയലി. ചില ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ ഒന്നും, ഞാൻ സിനിമയാണ് മെയിനായിട്ട് നോക്കുന്നത്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ഞാൻ നോക്കും. I really like മാധവൻ, മാരി. I love Tom Holland. സോ ഇത്തരം രീതിയിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റും എനിക്ക് ഇവരെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഇവരുടെ സിനിമകൾ മാത്രമല്ല ഞാൻ കാണുന്നത്, ഞാൻ മറ്റാൾക്കാരുടെ സിനിമയാണ്, പക്ഷെ ഇവർക്ക് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ഇതുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഹാവ് യു സീൻ എനി ഗുഡ് മൂവീസ് ലേറ്റ്ലി? ഞാൻ അടുത്തെങ്ങാനും എന്തെങ്കിലും പുതിയ മൂവി ഉണ്ട്? നോട്ട് റിയലി ഇല്ല. ഞാൻ ഒരു 6 മാസമായിട്ട് ഞാൻ തിയേറ്റർ തന്നെ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ആക്ച്വലി ഐ ജസ്റ്റ് സോ വിക്രം. അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഏത് ഒരു സിനിമയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ജസ്റ്റ് സോ ദ ക്വൈറ്റ് പ്ലേസ്. വനമങ്ങ എൻ്റെ ഫേവറേറ്റ് മൂവീസ് ആണ്. അപ്പം നോട്ട് റിയലി, ഐ ഹാവൻ സീൻ എനി റീസെൻ്റ്ലി. പറയാൻ പറ്റും ഇല്ല, ഞാനൊന്നും കണ്ടില്ല, ഈ അടുത്തിടയ്ക്കൊന്നും ഞാൻ കണ്ടില്ല. ഒന്നും കാണാൻ സമയം വേണ്ടേ, അതാണ് മിക്ക ആൾക്കാർക്കുള്ള സംഭവം. ഗ്രേറ്റ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ മൂവി റിലേറ്റഡ് വൊക്കാബുലറി, എത്തരം വാക്കുകളൊക്കെയാണ് മൂവി റിലേറ്റഡ്? ആക്ടർ, ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ, ലിറിസിസ്റ്റ്, ഇനി അതും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ, റിവ്യൂസ്, പ്ലോട്ട്. ആ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നമ്മൾ ചോദിക്കില്ല. സ്ക്രീൻ പ്ലേ എന്താണ്? അപ്പം ഇത്തരം ഈ ഒരു വാക്കുകളൊക്കെ എന്ന് വെച്ചാൽ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൂവിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ജോൺർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ജോൺർ ഏതൊക്കെയാണ്. ജോൺർ അപ്പം ക്രൈം, അനീം, സ്പോർട്സ്, ആക്ഷൻ, ത്രില്ലർ മൂവിയാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര കോമഡി മൂവിയാണ്, അഡ്വഞ്ചറാണ്, നല്ല അഡ്വഞ്ചറസ് ആണ് ആ മൂവി, കണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നുന്നു, നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടേ പോകും, ഇരുത്തിപ്പിക്കുന്നൊക്കെ പറയില്ലേ. ഡ്രാമ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡ്രാമ എന്ന് പറയില്ലേ. ഹൊറർ, അയ്യോ
ഹൊററും ഞാൻ സെറ്റ് ആവില്ല. മ്യൂസിക്കലാണ് ഫുൾ. എന്താ പറയുക, ഇപ്പം ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്കത് കിട്ടണമില്ല. മ്യൂസിക്കൽ മൂവി എന്നുള്ള രീതിയിൽ ശരിയാ പോട്ടെ, ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. റൊമാൻസ് ആണ്. അതായത് നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമ കംപ്ലീറ്റ്ലി 100% റൊമാൻറ്റിക് മൂവിയാണ്. വളരെ നല്ലൊരു സിനിമയാണ്. കിഡ്സ് ഫാമിലി, അതായത് ഫാമിലി ഓറിയന്റഡ്, കിഡ്സ് കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ സിനിമകൾ, ഡോക്യുമെന്ററി, സയൻസ് ഫിക്ഷൻ. സോ ഇത്തരം രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതൊക്കെ ജോൺറിലാണ് മൂവീസ് ഫോളോ ചെയ്യുന്നത്. വേർഡ്സ് ടു ഡിസ്ക്രൈബ് മൂവീസ്. എങ്ങനെയായിരുന്നു മൂവി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എന്റർടൈനിങ് ആയിരുന്നു, ഐ ഓപ്പണിംഗ് ആയിരുന്നു. നല്ലൊരു ടോപ്പിക്കിൽ എടുത്തതാണ് കേട്ടോ എന്നിങ്ങനെ പറയും. ഫണ്ണി, എൻ്റെ ദൈവം ചിരിച്ചു ചാവും നമ്മൾ. മാർവലസ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് പറ്റിയൊരു സാധനമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒറിജിനൽ കണ്ടതും ഭയങ്കര എന്താ പറയുക, റിയാലിറ്റി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ പവർഫുൾ, ഒന്നും പറയാനില്ല, ഒരു ഫീസ്റ്റ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സർപ്രൈസിങ്, നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയും ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ഇപ്പം നെഗറ്റീവ് രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഓഫുൾ, എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി പോന്നാൽ മതി എന്നായി പോയി, ബോറിങ്, അല്ലെങ്കിൽ ഡിപ്രസിങ്, ഡിസപ്പോയിൻറ്റിങ്, പൈസ വെറുതെ പോയെന്നൊക്കെ നമ്മൾ പറയും. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ ഇത്തരം വേർഡ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇത്തരം ഫ്രേസസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ആക്ടർ ഏതൊക്കെയാണ്, എന്താണ് ആ സ്റ്റോറി ലൈൻ, എന്തുകൊണ്ടാണ് ഇഷ്ടം, ഇത്തരം രീതിയിലുള്ള കോൺവെർസേഷൻ ഫ്രേസസും ഒക്കെ ഉപയോഗിച്ച് മനോഹരമായിട്ട് എന്താ പറയുക, നല്ലൊരു കോൺവെർസേഷൻ നടത്താൻ ശ്രമിക്കുക കൂടുതലും. സോ എനിക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത്തരം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിൽ ഇനിയും വീഡിയോസ് ഉണ്ട്. അത് കാണാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.